പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, ഹോസ്റ്റലിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ കാരണം അറിയോ? ഈ കാരണം കുട്ടികളെല്ലാം ഹോസ്റ്റലിൽ ഇരിക്കുക, വൈകുന്നേരം ഇവിടെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ താമസിക്കുന്ന പത്തനംതിട്ട ചിറ്റാറ. ഇവിടെ വന്ന് മോളെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. അവിടെ ഇവിടെ ഗവൺമെന്റ് ഹോസ്റ്റലാണ്. കണ്ടു, മോളെ കണ്ടു. ഞാനവിടെ കുറെ പ്രാവശ്യം പറഞ്ഞപ്പോൾ അവർ ഇടം തന്നു. അങ്ങനെ പിന്നെ ഞാൻ അതിലേ വന്ന് കണ്ടായിരുന്നു. കുഴപ്പമില്ല, മോളെ അറിയാം. മോളെ പോയി കണ്ട് ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു സാർ. നടപടി എടുത്ത പോലീസിനും ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം എത്ര വണ്ടിയാണെങ്കിലും ഒരു ബ്ലോക്ക് ചെയ്തൊരു വണ്ടിക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഹർത്താലിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. വണ്ടിയെ കൊണ്ടുപോയി പോലീസാണ് അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. പിന്നെ ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടായി, അത് പോലീസ് തന്നെ പരിഹരിച്ച് ആ വണ്ടി കയറ്റി വിട്ടു. രണ്ടും വളരെ നല്ലൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പരാതി ഉണ്ടെങ്കിൽ അത് പറയാനും അതിനെതിരെ നല്ല നടപടികളും പരിഹാരവും കാണാനും പോലീസുകാർ തയ്യാറായാൽ നാട്ടിൽ പകുതി ക്രൈംസും ഒക്കെ പല പ്രശ്നങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും ഈ പരാതി ഉന്നയിച്ച ചേച്ചിക്കും വണ്ടി കയറ്റിവിട്ട പോലീസിനും ഒരു ബിഗ് സല്യൂട്ട്. പോലീസ് കൊണ്ട് ഒരു ബിഗ് സല്യൂട്ട്.